time. Once upon a time. Once upon a time. ഹലോ നമസ്കാരം. ഇത് Once Upon a Time സീസൺ 3 സ്റ്റാർട്ടപ്പ് ഫോർ സ്റ്റാൻഡപ്പ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Once upon a time. Once upon a time. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വളരെയധികം ചുറുചുറുക്കുള്ള ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ കുടുംബാംഗങ്ങളാണ്. സ്വാഗതം. എൽദോ സർ, ഇവര് ശരിക്കുള്ള ഫാമിലി മെമ്പേഴ്സ് ആണോ, സ്റ്റാഫ് ആണോ, ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ പൊതുവെ ഇന്നുവരെയായിട്ട് അവരെ സ്റ്റാഫ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല. സെന്റ് പോൾ ആയുർവേദ അല്ലെങ്കിൽ സെന്റ് പോൾ ഫാർമസിയിലെ എല്ലാവരും കുടുംബാംഗങ്ങളാണ്. കഴിവതും പലപ്പോഴും എൻ്റെ സാരഥിയായിട്ട് ഇരിക്കുന്ന പുറകിലിരിക്കുന്ന ഡാർവിൻ എന്നാ പയ്യൻ്റെ പേര്. ഡാർവിൻ. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഡ്രൈവറാണോ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. കാരണം എൻ്റെ ഒരു കൂടെയുള്ള ഒരു സഹോദരൻ എന്ന് ഞാൻ കാരണം പൊതുവെ ഇവരെല്ലാവരും സെന്റ് പോൾ ആയുർവേദയിലെ കുടുംബാംഗങ്ങളാണ്. പക്ഷേ എനിക്ക് പ്രത്യേകം സെപ്പറേറ്റ് കുടുംബമുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ആ ഫാമിലിയിൽപ്പെട്ടവർ അത്രയേ ഉള്ളൂ. ആ അറ്റത്തിരിക്കുന്നത് എൻ്റെ മകനാണ്. എൻ്റെ പേര് ഗ്രേസ് മോൻ എന്നാണ്. ഗ്രേസ് മോൻ, വെൽക്കം. പിന്നെ അതും എൻ്റെ മകൻ തന്നെയാണ്. അവൻ്റെ പേര് എൽദോ എന്നാണ്. എൻ്റെ പേര് തന്നെയാണ്. അത് മകളുടെ ഭർത്താവാണ്. ഗ്രീഷ്മയുടെ ഹസ്ബൻഡാണ് എൽദോ. നമസ്കാരം എൽദോ. തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ മഞ്ഞ ഗവൺ ഇട്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീമ പോള്. ഹായ് ഡോക്ടർ നീമ. ഇപ്പറേ ഇരിക്കുന്ന കുട്ടി എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ്, ഗ്രേയ. വെൽക്കം. ഗ്രീഷ്മ, ഗ്രേസ് ആൻഡ് ഗ്രേയ. അതിൻ്റെ ഇപ്പറേ ഇരിക്കുന്നത് മമ്മിയാണ്, എൽദോമോന്റെ മമ്മിയാണ്. ഗ്രീഷ്മയുടെ മദർ-ഇൻ-ലോ. ഓക്കെ. എന്തായാലും എല്ലാവരും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടി നിങ്ങളുടെ പ്രൊഫൈല് കണ്ടപ്പോ പറഞ്ഞു 3 തലമുറയാണ്, 3-ാം തലമുറയാണ്, 4-ാം തലമുറ ഈ ഇരിക്കുന്ന ഡോക്ടർ. അപ്പം അങ്ങറ്റത്തിരിക്കുന്ന ഗ്രേസ് മോൻ 4-ാം തലമുറയിൽ ഈ വഴിയിലോട്ട് കയറിയോ അതോ ഗ്രേസ് മോൻ വേറെ വഴിക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ല, ഈ വഴി തന്നെയാ. കാരണം പുള്ളി BCA എടുത്ത് കഴിഞ്ഞിട്ട് എന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണമല്ലോ അവന്. എല്ലാവരും ഡോക്ടർമാരെ ഒന്ന് കൊണ്ടു നടക്കണ്ടേ സാറേ? കാരണം അത് വലിയൊരു കാര്യമാണ്. ഈ ഡോക്ടർമാരെ കിട്ടാനോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ അല്ല ബുദ്ധിമുട്ട്. ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ നേതൃത്വത്തിൽ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ തന്നെയല്ല, പുള്ളിക്ക് ഒരു ആയുർവേദ ഡോക്ടറെ കല്യാണം കഴിക്കാലോ. അപ്പൊ ആ വിഷയം അവിടെ സോൾവ് ചെയ്യാലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും എത്തിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ സോ മച്ച്. സ്റ്റാൻഡപ്പ് വേദിയിൽ അടുത്ത പെർഫോമൻസുമായിട്ട് എത്തുന്നത് ടീം റംജി റാവുവിൽ നിന്നാണ്. രേഷ്മ, ആരാണ് കോട്ടിടുന്നത്? നെക്സ്റ്റ് നമ്മളുടെ ടീമിൽ നിന്ന് കോട്ടിടുന്നത് മധുലാലാണ്. മധുലാൽ കൊയിലാണ്ടി. മധുലാൽ കൊയിലാണ്ടി. നമസ്കാരം. ചേട്ടാ, ഷാജുവേട്ടാ നമസ്കാരം. നമസ്തേ സർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. അനുഭവം, അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. നമുക്ക് അനുഭവങ്ങൾ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? നല്ല അനുഭവങ്ങളുള്ള ആളുകളുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. അനുഭവം ഗുരു എന്നാണെങ്കിലും അനുഭവം കുരു ആയി തീർന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ. അപ്പം നല്ല കുറേ അനുഭവങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങളല്ല. മോശപ്പെട്ട അനുഭവം പറയാൻ ചിലപ്പോൾ പറയേണ്ടി വരില്ല, അതിന് പിന്നെ തച്ചുപോലും. അപ്പോൾ നല്ല കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ടോപ്പിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എൻ്റെ ചെറുപ്പം, അതായത് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ അധ്യാപകൻ പറയാം, നിങ്ങൾ 8ലേക്ക് എത്തുമ്പോൾ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തും, നിങ്ങൾ മുതിർന്ന കുട്ടികളാകും എന്ന വിശ്വാസത്തോടെ 8ാം ക്ലാസ്സിൻ്റെ പടി ചവിട്ടിയ ഞാൻ ബാക്ക് ബെഞ്ചിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി. കാരണം താടിയൊക്കെ നീട്ടി മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് 8-9 കൊല്ലമായിട്ട് ബാക്ക് ബെഞ്ചുമ്പോൾ കുത്തിരിക്കുന്ന കുറേ സീനിയേഴ്സ് അവിടെയുണ്ട്. അതോടെ എൻ്റെ സീനിയർ എന്നെൻ്റെ ചിന്ത അന്ന് അവിടെ അവസാനിക്കുക. പീരീഡുകൾ ഓരോന്നോരോന്ന് കഴിഞ്ഞു പോയി. മുമ്പിലത്തെ ബെഞ്ചുമേലേക്ക് പഠിപ്പിസ്റ്റുകൾ കയറിയിരുന്നു. ബാക്കിലത്തെ ബെഞ്ചുമേലെ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, പേടിയാവും. നടുക്കത്തെ ബെഞ്ചുമേലെ എവിടെയൊക്കെ ഞാനും കയറിയിരുന്നു. സയൻസിൻ്റെ അധ്യാപകൻ വന്നു, എല്ലാവരെയും പരിചയപ്പെട്ട് ചോദിച്ചു,
ഐസക് ന്യൂട്ടൺ എന്ന് മാഷ് പറയുന്നത് ഞാൻ കേട്ടിക്ക് പെട്ടെന്ന് മുമ്പിലത്തെ ബെഞ്ച് മേലെ പഠിപ്പിച്ച് ജിതിൻ ചാടി എണീറ്റ് പറഞ്ഞു, ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ആളാണ്. അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിന് ചുവട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണു. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ടീച്ചർ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തീർന്നിക്കില്ല, അപ്പോഴേക്ക് മൂപ്പര് പറഞ്ഞു തീർത്ത്. നേരെ ബാക്കിൽ നിന്ന് താടിക്കാരൻ സജീവൻ എണീറ്റ് പറഞ്ഞു, ടീച്ചറെ അന്ന് ഈ ന്യൂട്ടൺ ഒരു പ്ലാവിന്റെ ചോട്ടിലാണ് പോയിരുന്നെങ്കിൽ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് ഇന്നും പുറം ലോകം അറിയില്ലായിരുന്നു എന്ന്. 5 മണി കഴിഞ്ഞ് 6 മണി വരെ സമയം എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കളിക്കാനുള്ള സമയമുണ്ട്, പുരേന്ന് തരും. ഈ 6 മണി കഴിഞ്ഞാൽ എൻ്റെ പീടിയൻ്റെ പുരേൻ്റെ തൊട്ടപ്പുറത്തൊരു പീടിയുണ്ട്, മൊയ്താപ്പിളേൻ്റെ പീടിയ. മൊയ്താപ്പിളേൻ്റെ പീടിയ ഒരു സാധനം വാങ്ങി കൊണ്ടുവരണം. 20 ഉറുപ്പിയാണ് തരിക. കാരണം അന്ന് 20 ഉറുപ്പിക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം കിട്ടുന്നാൽ ഒരു 2.5-3 ഉറുപ്പ്യ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ 2.5 ഉറുപ്പ്യാണ് എൻ്റെ തലച്ചോറിലുള്ളത്. ഈ 2.5 ഉറുപ്പ്യക്ക് എന്താക്കണം, പോകുന്ന വഴിക്ക് കേളപ്പാട്ടിൻ്റെ പീടിയെന്ന് ഒരു കഷ്ണം പുട്ടും ലേശം കറിയും, അതാണ് സ്വപ്നം. അതിനാണ് എനിക്ക് പീടിയ പോകുന്നത്. അങ്ങനെ പീടിയയിലേക്ക് ഞാനിങ്ങനെ നടന്ന് വരുന്ന സമയത്ത് പീടിയൻ്റെ അകത്തേക്ക് കയറി, അന്നേരം ഉണ്ട് നാരായണേട്ടനാണ് കുത്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു സാധാരണ മര്യാദ ഉണ്ടല്ലോ. അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു, നാരായണട്ടാ നിങ്ങൾക്കൊരു ചായ പറയട്ടെ. ലേച്ചൻ കേട്ടോ നാരായണൻ പറഞ്ഞു, ഈ ചായ ആക്കണ്ടോട്ട് 2 കഷ്ണം വിട്ടു പോയി അതിൽ കറി കൂട്ടിയും പറയാന്ന്. കുടുങ്ങിയില്ലേ ഞാൻ. പിന്നെ മാന്യത കാണിച്ചപ്പോൾ നമ്മൾ പിടുത്തം വിട്ടു. ഞാൻ പറഞ്ഞ കൊടുക്ക് ഒരു അയിലക്കറിയും 2 വിട്ടും, ചായ വേണോ എന്നാൽ ചായയും കൊടുക്കുന്ന 10 ഉറുപ്പ്യ ഒരേന്ന് തന്ന് 20 ഉറുപ്പ്യാണ്. അതിൽ 10 പോയി. പിന്നെ രക്ഷയില്ല, സാധനം വാങ്ങണ്ടേ. ഞാൻ ഓടി പോരലേക്ക്, അച്ഛാ 10 ഉറുപ്പ്യ വീണോ അച്ഛാ. ഒരു 10 കൂടി ഇട്ട് തന്ന് പോട്ടെ, ഇനി പോയി സാധനം വാങ്ങിക്കൊണ്ടുവാ. എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് ഞാൻ സ്കൂളും കഴിഞ്ഞ് 4 മണിക്ക് പുരയിലേക്ക് വന്നിട്ടുണ്ട്. നീളമുള്ള വടിയും മുറിച്ച് അച്ഛൻ കാത്തിക്കുന്നു. ഇങ്ങോട്ട് വേടാ. ഞാൻ ചോദിച്ചു എന്താച്ചാ സംഗതി. എന്താ വെച്ചാൽ ഈ ലച്ചൻ കേട്ട നാരായണേട്ടന് തിന്നും കുടിച്ചു അവിടെ കുത്തിരിഞ്ഞാൽ മതി. ഇയാൾ പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനെ കണ്ടവർ അച്ഛനോട് പറയാ, രാമാ എൻ്റെ ഇളയ മോൻ എൻ്റെ മാതിരി ഒന്നും അല്ലടോ, ഓൻ ഇന്നലെ എനിക്ക് പിട്ടും അയലക്കറിയും ചായയും വാങ്ങി തന്നിക്കിത്. അതിൻ്റെ കല പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. അതാണ് അവസ്ഥ. പീടി എൻ്റെ വീടിൻ്റെ തൊട്ടേ അപ്പുറത്ത് തന്നെ ഈ പറഞ്ഞ മാതിരി ഈ കേളപ്പാട്ടിൻ്റെ പീടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പലചരക്ക് കട കേളപ്പാട്ടിൻ്റെ പീടിയാണ്. അപ്പോൾ ഈ കേളപ്പാട്ടൻ എന്താക്കുമെന്ന് വെച്ചാൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം, അതായത് വെള്ളിയാഴ്ചകളിൽ കോഴിക്കോടേക്ക് കൊപ്പര കൊണ്ടുപോകും. അങ്ങനെ കൊപ്പര കൊണ്ടുപോയിട്ട് ആ കൊപ്പര വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് സാധനമായി കൊണ്ടുവരും. അങ്ങനെ ഒരാഴ്ചക്കാലം വിൽക്കും. പിന്നെ അടുത്ത വെള്ളിയാഴ്ച അന്നേരം കൊപ്പരം കൊണ്ടുപോകും. ഇതാണ് പരിപാടി. അപ്പം വെള്ളിയാഴ്ച കൊപ്പര കൊണ്ടുപോകുന്നേരം ആ ഏരിയകളിൽ ഏതെങ്കിലും ഒരാളെ പീടിയിലാക്കും. അന്ന് നാണുകേട്ടനാണ് നാടെ വന്നത്. അപ്പോൾ നാണുകേട്ടനോട് നാണോ ഇനി ഒരു 12:30-1 മണി വരെ ഞാൻ പീടിയെ കുത്തിരിക്കണം, ഞാൻ അപ്പോഴേക്ക് കോഴിക്കോട് പോയിട്ട് വരും. പിന്നെ ആരെ സാധനം അതിൻ്റെ വിവരപ്പെട്ട് കണ്ടില്ലേ, അതിൻ്റെ മോള് നോക്കുക, സാധനത്തിൻ്റെ വില കൂട്ട കൊടുക്കുക, ഇനി കച്ചവടം നടത്തിക്കാൻ. ഓക്കെ ആയിക്കോട്ടെ. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇനി പോയിട്ട് ഒരു വെള്ളരിക്ക വാങ്ങിക്കൊണ്ടുവന്നാണ്. ഞാൻ പതുക്കെ പോയി വെള്ളരിക്ക വാങ്ങി ഒരു വെള്ളരിക്ക എടുത്ത് നന്നിട്ട് അത് തൂക്കി 1 കിലോനും 432 ഗ്രാമും. 1 കിലോൻ്റെ മൂപ്പര് വേഗം കൂട്ടി. ഈ 432 കൊന്നിട്ടോ കിടന്നിട്ടോ ഉരുണ്ടിട്ടോ മറിഞ്ഞിട്ടോ മൂപ്പർക്ക് മനക്കണക്ക് കിട്ടുന്നില്ല. ഒരു കാരണവശാലും കണക്ക് കിട്ടുന്നില്ല. 1 കിലോൻ്റെ എങ്ങനെയോ കിട്ടി, എഴുതി വെച്ചാൽ കറക്റ്റ് പിടിച്ചു. അന്നേരമാണ് മൂപ്പർക്ക് കേളപ്പട്ടൻ ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ നാണുകെട്ടന് കാൽക്കുലേറ്ററായിട്ട് യാതൊരു ബന്ധമില്ല. മൂപ്പർ ഇന്നൊന്ന് നോക്കി, അപ്പം ശരിയായി തരാം. ഒരു കാൽക്കുലേറ്റർ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തിട്ട് ഇന്നെ നോക്കാണ്ട് 4 കുത്ത്, അതും കഴിഞ്ഞിട്ട് കണക്കൊക്കെ കൂട്ടി എന്നെ നോക്കി, മധുവോ എനിക്കിത് വിൽക്കാനോ എനക്കിത് വാങ്ങാനോ കഴിയും തോന്നില്ല. ഞാൻ ചോദിച്ചു എന്താ? 3,42,000 ഉറുപ്പ്യ കാണിക്കുന്നതെന്ന്. മൂപ്പര് ഭയങ്കര ഇത് കാണിച്ച ഇതിൻ്റെ അകത്ത് ഞാൻ പാണ്ഡിത്യം നേടിയ ആളാന്നുള്ളത്. അതാണ് അറിയാത്ത കാര്യത്തിന് നമ്മളാരും മെനക്കെടരുത്. നമ്മളാരും താണു കൊടുത്താലും തിരക്കടില്ല. ഇനി നാളെ അങ്ങനെ തന്നോ പൈസ എന്ന് പറഞ്ഞാൽ മതി മൂപ്പർക്ക്. അത്രയെല്ലാം പ്രശ്നം. മൂപ്പരാണ് വലിയ പാണ്ഡിത്യം കണ്ടതാണ്. പിന്നെ എൻ്റെ പോരേൻ്റെ അടുത്തൊരു പ്രബീഷുണ്ട്. പ്രബീഷിനൊരു പ്രത്യേകതയുണ്ട്. മൂപ്പര് ഇടയ്ക്ക് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കാളും. മൂപ്പര് ഒരു ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ ഈ യൂട്യൂബിലൊക്കെ ഹിറ്റായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതായത് എന്താ പറയുക, ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് പോകും, അത് വേറെ ഒരു സ്ഥാനത്ത് തട്ടും, അതാർന്ന് ഉരുണ്ട് പറഞ്ഞ് പോകും, അതിങ്ങനെ വേറെ വൈക്ക് പോകും, അവിടെ തട്ടി മറിയും, ഇങ്ങനെ വരും, ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് മൂപ്പര് അലാറം കണ്ടുപിടിച്ചാലിന് അലാറം രാവിലെ തന്നെ മൂപ്പര് ഇങ്ങനെ മരുന്ന് കിടക്കും. പ്രവീഷ് ഇങ്ങനെ മരുന്ന് കിടക്കും. കറക്റ്റ് 5 മണിക്ക് ഈ ബോൾ ഇങ്ങനെ ഉരുണ്ട് പോകും, അപ്പുറത്തുള്ള പാത്രത്തിൽ തട്ടും, പിന്നെ ആർന്ന് ചെമ്പ് ഇങ്ങനെ ഉരുണ്ട് പോകും, അതിങ്ങനെ മറിഞ്ഞില്ല കൂടെ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ബോൾ വന്നിട്ട് അവസാനം കുപ്പിക്ക് തട്ടുന്നു, കുപ്പി മറിയുന്നു, കുപ്പിയിൽ നിന്ന് വെള്ളം നേരെ അവൻ വായി തുറന്ന് വെച്ചിട്ടുണ്ടാവും. വായിലേക്ക് സറസറോന്ന് മൻ്റെ വായിലേക്ക് വന്നു പോകും. ഈ കുപ്പിയിൽ നിറച്ച് വെച്ച വെള്ളം എന്താ നിങ്ങൾ വിചാരോ? തലേന്ന്
ഡയലൂട്ട് ചെയ്ത് വെച്ച് സെലിബ്രേഷന്റെ റമ്മ. അത് കുടിക്കുക, ചാടി എണീക്കുക. അതാണ് അലാ റം. കത്തിയില്ല, ചീഞ്ഞുപോയോ? അതാണ് അലാറം. റമ്മ്, റമ്മില്ലേ, റമ്മ്, അടിക്കുന്ന റമ്മ്. ആ, ഒരു തമാശ പറഞ്ഞിട്ട് അതിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ട് ഇപ്പം സാരമില്ല, പോട്ടെ. ഈ ഒരു അലാറം പ്രബീഷിൻ്റെ അടുത്തുനിന്ന് ഞാനും കണ്ടുപിടിച്ചു. എനിക്കും ഇത് ഭയങ്കര കൗതുകമായി തോന്നി. ഞാനും അത്യാവശ്യം ഈ അലാറം അനുകരിക്കാൻ തുടങ്ങി. ഇന്നത്തെ എൻ്റെ അലാറം വർക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ ചെറിയ പോരായ്മയുണ്ട്. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. മധു രമേശേട്ടാ. മുതലാലേ സർ, മുതലാൽ ഇവിടെ ഷൂട്ടിംഗ് അല്ലാത്ത സമയത്തും അല്ലാതെ കാണുമ്പോഴൊക്കെ എന്നെ ചേട്ട എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാണത്? കാരണം മധുലാലിന്റെ കഥയിൽ എവിടെയോ പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് 20 രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും കിട്ടുമെന്ന്. ഞാനൊന്നും ആ കാലത്ത് ജീവിച്ചിട്ടില്ല. മധുലാലിന്റെ അവതരണത്തിന്റെ ശൈലി കൊണ്ട് മധുലാലിന് അധികം നിറവമില്ലാത്ത കാര്യങ്ങളും എന്തുകൊണ്ടെന്ന് തോന്നിക്കുന്ന അവസ്ഥയെ പ്രസന്റ് ചെയ്യാൻ പറ്റും. മധുലാൽ പറയുന്ന രീതി, മധുലാലിന്റെ ശൈലിയൊക്കെ കൊണ്ട് അത്ര വലിയ നർമ്മങ്ങളില്ലാത്ത പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ട് മധുലാലിനൊരു പ്രതിഭയുണ്ട്. അതുകൊണ്ട് ബാക്കി ഏരിയകൾ മുഴുവൻ വളരെ രസമായിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞു തീർക്കാൻ മധുലാലിനെ പറ്റി. ഗംഭീരമായി. മധു സർ, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഫുൾ എനർജി ഉണ്ട്. ഫുൾ എനർജി. അതായത് ഈ ഒരു എനർജിയിൽ വേണം ഓരോരുത്തരും പെർഫോം ചെയ്യാൻ. താങ്ക് യു സർ. പിന്നെ ഹ്യൂമറിന്റെ കാര്യത്തിൽ ഐസക് ന്യൂട്ടന്റെ വിഷയം എന്ന് കഴിഞ്ഞപ്പോൾ പരസ്പരം ഞങ്ങൾ നോക്കി. അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ആ ഒരു വിഷയം നമുക്ക് നേരത്തെ പറഞ്ഞ് അറിയുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ആ ഒരു എനർജി ലെവലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആ പെർഫോമൻസിൽ നമ്മൾ ഫുള്ളായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. വളരെ രസകരമായിട്ടുള്ള പ്രസന്റേഷനാണ്. കുറച്ച് ഹ്യൂമർ ഏരിയകൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ കൂടാൻ കുറയാം. രമേശേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം സുധാട്ടൻ എലിമിനേഷനിൽ വന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഇവന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണ്, എടോ ഇങ്ങനെ ഞാനിങ്ങനെ എലിമിനേഷനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആണോ? പിന്നെ പിഷാരടി ഒക്കെ ഉണ്ടോ? ഇല്ല, പിഷാരടി ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് ടീം. അല്ല ഒന്ന് അപ്പുറത്തേക്ക് ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ കൈവേലി ഏരിയയിൽ മൊത്തം ഫ്ലക്സാ. രമേഷ് പിഷാരടിയെ പോലും തോപ്പിച്ചുകൊണ്ട് സുധൻ കൈവേലി എലിമിനേഷൻ റൗണ്ടിൽ കടന്നുകൂടി. തീർച്ചയായിട്ടും. രമേശേട്ടാ, 50-ൽ ഐസക് ന്യൂട്ടന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 45. താങ്ക് യു സർ. താങ്ക് യു. 45. ഷാജുവേട്ടാ, ആ ഒരു എനർജിക്ക് 45. താങ്ക് യു. വീണ്ടും 45. ടോട്ടൽ 90. അതെ, 90. 100-ൽ 90 മാർക്സ് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ സ്നേഹേഷ് നേടിയിരിക്കുന്നു 90 മാർക്സ്. അതുപോലെ തന്നെ മധു കൊയിലാണ്ടിയും 90 പോയിന്റ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. വെരി വെൽ ഡൺ. Once Upon a Time സീസൺ 3യുടെ 1ാം സമ്മാന വിജയെ കാത്തിരിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയ്ക്കായി എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ. ആസ്മയും അലർജിയും ഒരു മാറാരോഗമല്ല. നമ്മുടെ 2ാം സമ്മാനം 5 ലക്ഷം രൂപയാണ്. ഈ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നു ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. 3ാം സമ്മാനം 3 ലക്ഷം രൂപയാണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്. സുന്ദരം, സുദൃഢം, സുഖകരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ എൽദോ വൈദ്യർ ആൻഡ് ഫാമിലി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. നിങ്ങൾ 3 പേരുടെയും ഒപ്പം കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. എളിയതാക്കേണ്ട കുറച്ച് കാര്യമായിട്ടോ ആയിക്കോട്ടെ. അപ്പോൾ അത് ഇവർക്ക് സമ്മാനിക്കാനായിട്ട് രമേശ് ചേട്ടനെയും ഷാജു ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്.
വൺസ് അപ്പോൺ എ ടൈം അതിന്റെ 3ാം സീസണിലേക്ക് എത്തിയപ്പോൾ ആ പരിപാടിയെ ഒന്നുകൂടി വലുതാക്കിയത്, അതിന്റെ മത്സരം മുറുക്കിയത്, മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനമായതെല്ലാം ഇതിന്റെ സമ്മാനങ്ങളാണ്. സമ്മാനം ലഭിക്കുക എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സോപ്പ് പെട്ടി കിട്ടുന്നത് മുതൽ വലിയ വലിയ ലോട്ടറി അടിക്കുന്നത് വരെയും സമ്മാനങ്ങളാണ്. ലോട്ടറിയൊക്കെ ഒരു ഭാഗ്യമാണ്. ഇവിടെ ഭാഗ്യത്തെക്കാൾ ഉപരി കഴിവ് പരിഗണിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഇവിടെയുള്ള സാധാരണക്കാരായ കലാകാരന്മാരുടെ ഈ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആത്യന്തികമായി അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ ചിരിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു സമ്മാനം, വലിയൊരു തുക 7 ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത എൽദോ വൈദ്യർക്ക് വൺസ് അപ്പോൺ എ ടൈമിന്റെയും അമൃത ടിവിയുടെയും വക ചെറിയ ഒരു ആദരം. എൽദോ വൈദ്യർക്കും കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൂർണ്ണമാക്കുകയാണ്. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ കാണാം. Until then, bye-bye. Once Upon a Time സീസൺ 3യുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ്സ് യൂട്യൂബിൽ കാണുവാനായി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ്. Once upon a time.